വെൽക്കം ടു മൈ ചാനൽ. ഈ സ്നേഹിതരുമായിട്ടുള്ള ഈ കോഫി ടൈമിൽ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഈ ചർച്ചകൾ പലപ്പോഴും മെഡിക്കൽ വിഷയങ്ങളിലോട്ട് വഴുതി വീഴാറുണ്ട്. അപ്പൊ അത്തരം ഒരു കൂടിച്ചേരലില് കഴിഞ്ഞ ദിവസം കോഫി ഹൃദയത്തിന് ദോഷമാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരികയുണ്ടായി. ഈ വിഷയം കടന്നു വരുന്നതിനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരാളിന്റെ ബന്ധുവിന് ഒരു ഹൃദയത്തിലെ താളവ്യത്യാസം ഉള്ളത് കൊണ്ട് കാപ്പി കുടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ്. അതായത് ആ താളവ്യത്യാസത്തിന് നമ്മൾ VPC എന്ന് പറയും, വെൻട്രിക്കുലർ എക്ടോപിക് ആണ്. അപ്പൊ അത് ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. ഇതില് നമ്മുടെ കാപ്പി ഹൃദയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാപ്പിയിൽ കഫീൻ എന്നൊരു സാധനമുണ്ട്. അത് ഒരു സ്റ്റിമുലന്റ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തേജകമാണ്. അതായത് ഇപ്പൊ നമുക്ക് ഉറക്കം വന്നിരിക്കുമ്പോൾ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം അങ്ങ് പോവില്ലേ, അതേമാതിരി. അപ്പൊ ഈ കാപ്പി, അതായത് കഫീൻ, അതെന്താ ചെയ്യുക, നമ്മുടെ ശരീരത്തിൽ നിന്ന് അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കപ്പെടും. ഈ അഡ്രിനാലിൻ എന്താണ് ചെയ്യുന്നത്, ഒരു എന്താ പറയുക, എന്തെങ്കിലും ചെയ്യാനായിട്ട്, അതായത് ഇപ്പോ ബോഡി രക്ഷപ്പെടണം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യണം, ഇതിനൊക്കെ നമ്മുടെ ശരീരത്തിനെ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു സംഭവമാണ് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ അഡ്രിനാലിൻ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉറക്കം പോവും, നമ്മുടെ ബ്രെയിൻ നല്ല എന്താ പറയുക, നല്ല അലർട്ടായിരിക്കും, ഹൃദയമിടിപ്പ് കൂടും. അതായത് ഈ പറഞ്ഞ മാതിരി ഒരു വണ്ടി സ്റ്റാർട്ടായിട്ട് ഇങ്ങനെ എരപ്പിച്ച് നിർത്തൂലേ പോകാൻ റെഡി ആയിട്ട്, ആ ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ബോഡി ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൃദയത്തിന് താള വ്യത്യാസം ഉള്ള ഒരാളിന് ഈ കഫീൻ അധികരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഹൃദയമിടിപ്പ് ഒത്തിരി കൂടും. അപ്പോൾ താള വ്യത്യാസവും ഒത്തിരി കൂടും. നേരത്തെ 1 മിനിറ്റിൽ 2 3 തവണ മാറി അടിച്ചിരുന്നത് ഇപ്പൊ ഒരു 8 10 തവണ തെറ്റായി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റായിട്ട് മിടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഉദാഹരണമായിട്ട് ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്ത്, രക്തം പമ്പ് ചെയ്ത് മുമ്പോട്ട് പോയി, അടുത്ത് ഇത് അയഞ്ഞു കൊടുക്കണം. അപ്പോഴേക്കും വീണ്ടും ശുദ്ധരക്തം നമ്മുടെ ഹൃദയത്തിലോട്ട് വരും, വീണ്ടും പമ്പ് ചെയ്യുക. അപ്പോ അതിന് കൃത്യമായിട്ട് ഒരു ഇന്റർവെല്ല് ടപ്പ് 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 അങ്ങനെ തന്നെ പോകണം. ഇപ്പോ ചിലപ്പോ എന്ത് പറ്റും, താള വ്യത്യാസം വരുമ്പോ നമ്മളെ ഹൃദയം പമ്പ് ചെയ്തു, അടുത്ത് അയഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അടുത്ത പമ്പിങ് വരും. അപ്പൊ എന്ത് പറ്റും, ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കും, പക്ഷെ രക്തചംക്രമണം നടക്കില്ല, നമ്മുടെ തലച്ചോറിലൊന്നും കാര്യമായിട്ട് രക്തം എത്തില്ല. അപ്പൊ നമുക്ക് മോഹാലസ്യം വരാം, ഈ കുഴഞ്ഞു വീഴാം. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്ന ചിലരെങ്കിലും ഈ ഹൃദയത്തിന്റെ താളവ്യത്യാസം കാരണമാണ് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അപ്പൊ കാപ്പി ഇത്ര ഭീകരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീകരനൊന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കാപ്പി കുടിക്കുന്നത്. 1000 പേര് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ 999 പേർക്ക് ഒന്നും സംഭവിക്കും. പിന്നെ 1000-ൽ ഒരാളിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കാപ്പിയുടെ കുറ്റമാണോ, അത് ആ ആളിന്റെ കുറ്റമാണ്. അത് തന്നെ നമ്മളെ കുടിക്കും പോലെ 1-2 കപ്പ് കാപ്പി കുടിച്ചാലൊന്നും ഇത് വരുന്ന ഒരു പ്രശ്നമേ അല്ല. ഈ ഉറക്കം കളഞ്ഞിരുന്ന് പണി ചെയ്യാനായിട്ട് കാപ്പി ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു അസുഖമുള്ളവരിൽ അത് പെട്ടെന്ന് പുറത്തോട്ട് വരും. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ ഇങ്ങനെ ഈ കാപ്പിയെ കുടിച്ചിരിക്കുമ്പോഴായിരിക്കും ആദ്യമായിട്ട് തന്നെ ഈ ഒരു താളവ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അത് പുറത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാ വിശ്വസിച്ച് കാപ്പി കുടിക്കും, അതിന് വലിയ സയൻസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ലിസൺ ടു അവർ ബോഡി. നമ്മള് ഇപ്പൊ ഒരു കാപ്പി കുടിച്ച് കഫീൻ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു 1-1.5 മണിക്കൂറിൽ നല്ല ലെവലിലെത്തും. അപ്പൊ നമ്മൾ കാപ്പി കുടിച്ചിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അസ്വാസ്ഥ്യം തോന്നുന്നു, നെഞ്ചിടിപ്പ് തോന്നുന്നു, കിതപ്പ് തോന്നുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും കാപ്പി നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അപ്പൊ കാപ്പിയും ഒഴിവാക്കാം. അത്രേ ഉള്ളൂ, ഇറ്റ്സ് ആസ് സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ കാപ്പിക്ക് പകരം ചായ കുടിച്ചാലോ, കുഴപ്പമില്ല. പക്ഷെ ചായയിലും കഫീൻ ഉണ്ട്, കാപ്പിയിലുള്ളയുടെ ഒരു പകുതിയൊക്കെ വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഫാഷൻ തന്നെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയില് കഫീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കാപ്പിയേക്കാളും കുറവാണ്, ചായയേക്കാളും കുറവാണ്. പിന്നെ ഈ മെനക്കെട്ട് എന്തിനാണ് ഈ ഗ്രീൻ ടീ കുടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രുചിയും ഇല്ല, നിറവും ഇല്ല, മണവും ഇല്ലാത്തൊരു സാധനം. ആന്റി ഓക്സിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുടിക്കുന്നത്. ആന്റി ഓക്സിഡന്റ് ഉള്ള രുചിയുള്ള എത്രയോ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. കോഫിയിലും ടീയിലും എല്ലാം കഫീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ കോള, എനർജി ഡ്രിങ്ക്, അതൊക്കെ അതിലും ഉണ്ട്. കാരണം ഈ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിന് എനർജി ആയിട്ട് റെഡിയാക്കുന്നില്ല. അതിന് 2 കാര്യങ്ങളാണ് വേണ്ടത്, 1 ഗ്ലൂക്കോസ്, 2 കഫീൻ. ഇത് 2 എനർജി ഡ്രിങ്കിലുണ്ട്.
സാധാരണ കാപ്പിയുടെ ആ ലെവലിൽ കാണും. അത് ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും, എങ്കിലും യൂഷ്വലി കാപ്പിയുടെ ആ ലെവലിൽ വരും. ഈ ഫിൽറ്റർ കോഫി ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ കാഫിയേക്കാളും കൂടുതൽ കഫീനുള്ളതാണ്. പിന്നെ കഫീനുള്ള വേറെ പദാർത്ഥങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടെണ്ണത്തിലുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ ഈ ചോക്ലേറ്റ്സിൽ കഫീനുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ഡാർക്ക് ചോക്ലേറ്റിലാണ് ഏറ്റവും കൂടുതൽ, കാരണം അതിലാണല്ലോ കൊക്കോ സോളിഡ് കൂടുതലുള്ളത്. മിൽക്ക് ചോക്ലേറ്റിൽ അതിനേക്കാളും കുറവ്. വൈറ്റ് ചോക്ലേറ്റിൽ ഈ കൊക്കോ സോളിഡ്സ് ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് കഫീനുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ആള് നോർമലായിട്ടുള്ള ഒരു മനുഷ്യന് കാപ്പി ഒരു രീതിയിൽ അപകടകാരിയൊന്നുമല്ല. പിന്നെ അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞ പോലെ കാപ്പിയും ഒരു ലിമിറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, പ്രത്യേകിച്ചും ഹൃദയത്തിൽ താളവ്യത്യാസമുള്ള ആളുകൾ. അപ്പോൾ ഹൃദയത്തിൽ താളവ്യത്യാസമുള്ള ആളുകൾ കഴിയുന്നതും കാപ്പി ഒഴിവാക്കുകയോ അമിതമായി കുടിക്കാതിരിക്കുകയോ ചെയ്യണം. കംപ്ലീറ്റ് ഒഴിവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് ഇന്ന് എനിക്കൊരു 2 ഡാർക്ക് ചോക്ലേറ്റ് തിന്നണമെന്ന് തോന്നുന്നു, ഒരു കപ്പ് കാപ്പി ഒഴിവാക്കി ഡാർക്ക് ചോക്ലേറ്റ് തിന്നുക. അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു എനർജി ഡ്രിങ്ക് കുടിക്കണം, ഒരു കാപ്പി ഒഴിവാക്കിയിട്ട് എനർജി ഡ്രിങ്ക് കുടിക്കുക. കാപ്പി കുടിക്കുന്നത് തന്നെ ഈ പറഞ്ഞ മാതിരി 1-2 കപ്പിൽ ഒതുക്കുക ഒരു ദിവസം, അല്ലാതെ ഇങ്ങനെ ഒത്തിരിയും കുടിക്കുന്ന ഇത് ഒഴിവാക്കുക. അപ്പൊ ചോദിക്കും, കാപ്പി മാത്രമാണോ അപകടകാരി, കഫീൻ മാത്രമാണോ അപകടകാരി? അല്ല. ടുബാക്കോ, നമ്മുടെ പുക, പിന്നെ ആൽക്കഹോൾ, പിന്നെ സ്റ്റിമുലന്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന പല സംഗതികളുണ്ട്. അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ഇങ്ങനെ പല സംഭവങ്ങളും ഈ സ്റ്റിമുലന്റ് ആയിട്ടുള്ള, അതായത് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന എല്ലാ മരുന്നുകൾക്കും എല്ലാ പദാർത്ഥങ്ങൾക്കും ശരിക്കും നമ്മുടെ ഹൃദയത്തിന് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഉത്തേജനം നമ്മുടെ ഉള്ളിൽ തന്നെ വരട്ടെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരട്ടെ. അതിനുവേണ്ടി വേറെ ഒരു മരുന്ന് ഉപയോഗിക്കാനില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.